ഇവനെ സംബന്ധിച്ചിടത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ലുക്കിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പവറിലാണെന്നുണ്ടെങ്കിലും ഇവൻ 1.5 മാസമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ്, അതായത് പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കാണിക്കണം. അത് ഈ ഒരു വണ്ടിയിലുണ്ട്. Z800 ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. ആ ഒരു ലുക്കും അതുപോലെ തന്നെ ആ ഒരു ബൾക്കിനെസ്സും എല്ലാം ഇതിനകത്ത് ഉണ്ട് കേട്ടോ. Z900 കമ്പയർ ചെയ്യുമ്പം ആ ഒരു എക്കണോമിക്സ് ഒന്നും കൂടി ഇതിൽ ഉഷാറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതും ഒരു അപ്രൈറ്റ് പൊസിഷൻ ആണ് എന്നുണ്ടെങ്കിലും Z900 കമ്പയർ ചെയ്യുമ്പോഴൊക്കെ ഇത് ഒന്നും കൂടി ലീനായിട്ട് കുനിഞ്ഞിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിൻഡ് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഒരു നല്ലൊരു കർവ് റോഡൊക്കെ വരുമ്പോൾ നമുക്കൊന്ന് കെടുത്തിപ്പോകാനും നല്ലോണം കഴിയും കേട്ടോ. കവാസാക്കി ആണെന്നുണ്ടെങ്കിലും ഹോണ്ട ആണെന്നുണ്ടെങ്കിലും ജപ്പാനീസ് മേക്ക് ചെയ്യുന്നത് ഒരു നേക്കഡ് ബൈക്കിൽ വരുമ്പോൾ ഫ്ലാറ്റ് ഫൂട്ട് വണ്ടികളാണ് കേട്ടോ മിക്കതും ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊരു ഹൈറ്റുള്ളവർക്കും ഇത് സുഖമായിട്ട് ഓടിക്കാനും പറ്റും. പിന്നെ പറയാനുള്ളത്, റൈഡറിനെ ഒരിക്കലും മടുപ്പിക്കാത്ത രൂപത്തിൽ ഒരു വൈബ്രേഷനോ അല്ലെങ്കിൽ ബാഡ് ആയിട്ടുള്ള ഒരു സൗണ്ടോ ഒന്നും തന്നെ ഇതിനകത്തില്ല കേട്ടോ. അത്രയും 1000 cc അനുസരിച്ചുള്ള ഒരു തുള്ളി വൈബ്രേഷന് പോലും ഇതിനകത്ത് ഇല്ല. ഈ ഒരു വിഷലുണ്ടല്ലോ, ഈ റൈഡറിന് കാണുന്ന ഈ ഒരു വിഷല് ഈ ഒരു ടാങ്ക് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പം ഒരു ചെറിയൊരു പോർഷനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് വലുതാക്കാമായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ പുതിയ വേരിയൻറ്റിൽ ഇത് 5 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഇവിടെ സോൾവ് ആവുന്ന കേട്ടോ എനിക്ക് തോന്നുന്നത്. ഇവനൊരു പ്രെറ്റർ ലുക്ക് ഉണ്ടെങ്കിലും ആ ഒരു ലുക്കിനനുസരിച്ചുള്ള പെർഫോമൻസും ഇവനക്കുണ്ട് കേട്ടോ.